വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം ശിവൻകുട്ടിയെക്കുറിച്ച് ഒരു മോശമായൊരു പരാമർശം നടത്തി. നമ്മളെല്ലാവരും അത് ചർച്ച ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അത് ഈ പറയുന്ന സൈബർ ഇടത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ശിവൻകുട്ടി നല്ലൊരു മന്ത്രിയാണോ, എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് മറുപടിയുമായിട്ട് വലിയ സാധനങ്ങളും, അതായത് പോസ്റ്ററുകളും ട്രോളുകളും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ പറയുന്ന സതീശന് പിടികിട്ടാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. പറഞ്ഞ ഒരു വാക്ക് വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇപ്പം സതീശൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു നാക്കുപിഴ സംഭവിച്ചതാണ്, അവനെ ഇവനെന്നൊന്നും ഞാൻ വിളിച്ചിട്ടില്ല. അങ്ങനെ പറയാൻ കാരണം, അല്ലെങ്കിൽ അത്ര വികാരാധീനനായി പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണിയാഗാന്ധി മാതൃതുല്യയാണ്, അവർക്ക് അമ്മയുടെ സ്ഥാനമാണ്. അപ്പം ആ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന്റെ പുറത്ത് വികാര തള്ളിച്ചയിൽ പറഞ്ഞു പോയതാണെന്നാണ് സതീശൻ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് അതൊക്കെ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിവൻകുട്ടി ചോദിച്ച ചോദ്യങ്ങൾക്ക് അപ്പോഴും മറുപടിയില്ല. അതായത് സോണിയാഗാന്ധി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോയിലെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനെന്തായാലും മറുപടി വരണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി പറഞ്ഞതിനെ അങ്ങനെ ഇപ്പം ശിവൻകുട്ടി മാപ്പ് പറയാൻ തയ്യാറാണെങ്കിൽ, സോണിയാഗാന്ധിയെ കുറിച്ച് പറഞ്ഞതിൽ ശിവൻകുട്ടിക്ക് മാപ്പ് പറയാൻ തയ്യാറാണെങ്കിൽ, സതീശൻ പറഞ്ഞതിനോട് സതീശനും മാപ്പ് പറയാൻ റെഡിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോണിയാഗാന്ധിയെ അങ്ങനെ നമുക്ക് ഒഴിവാക്കി മാറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ ഈ സ്വർണ്ണക്കൊള്ള വിവാദവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ നിന്ന്. സോണിയാഗാന്ധി പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പോലും സോണിയാഗാന്ധിയെ ആ രീതിയിൽ നമ്മൾ പെടുത്തി എന്ന് വേണേൽ പറയാം. അപ്പം ഇതില് നമുക്ക് ഓരോന്നായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ, വി.ഡി. സതീശൻ അങ്ങനെ അവൻ ഇവൻ എന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ കേട്ടോണ്ടിരുന്ന കാര്യമാണ്. പിന്നെ സതീശൻ എന്തിനാ സഭയെ കള്ളം പറയുന്നത്? സതീശൻ അങ്ങനെ പറഞ്ഞു. ഇവനെ പോലുള്ളവരൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്ത് പഠിക്കേണ്ടി വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് ഇതേ വി.ഡി. സതീശൻ തന്നെയാണ്, നമുക്കറിയാം. അപ്പൊ സതീശൻ വീണ്ടും കള്ളം പറയുകയാണ്. അപ്പൊ സതീശൻ ശരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നുണകളുടെ ഒരു വലിയ കൊട്ടാരം കെട്ടിക്കൊണ്ടാണ്. ശരിക്കും എന്തോരം നുണകൾ പറയാവോ അത്രയും നുണകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശൻ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇനിയിപ്പോ രണ്ടാമത്തെ കാര്യം, സോണിയാഗാന്ധി ഞങ്ങൾക്ക് മാതൃതുല്യാണ് എന്ന് പറയുന്നു. ഇതേ മാതൃതുല്യായ സ്ത്രീയുടെ അടുക്കെ സോണിയാഗാന്ധി എന്ന് പറയുന്ന UPA അധ്യക്ഷയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതേ സോണിയാഗാന്ധി അടുക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയത് അടൂർ പ്രകാശ് ആണെന്നോ ആന്റോ ആന്റണി ആണെന്നോ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇതുവരെ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കാത്തത്? സോണിയാഗാന്ധിക്ക് ഇതിൽ പങ്കില്ല. ഇതുവരെ അങ്ങനെ ഒരു പരാമർശം ഈ കോൺഗ്രസിന്റെ KPCCയിൽ നിന്നോ വി.ഡി. സതീശനിൽ നിന്നോ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. സോണിയാഗാന്ധി നിഷ്കളങ്കയാണ്, സോണിയാഗാന്ധിക്ക് സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അടൂർ പ്രകാശ് അവിടെ കൊണ്ടുപോയത് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ആരെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് വിശദീകരണം നൽകാത്തത്? അടൂർ പ്രകാശ് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഗോവർദ്ധന്റെയും കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ വൈറലായി. സോണിയാഗാന്ധി അതിനകത്ത് സോണിയാഗാന്ധി ഗിഫ്റ്റ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ കൊള്ളക്കേസിൽ പ്രതിയായി നിൽക്കുന്ന ഒരാളെ ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റിയോട് കൂടി നിൽക്കുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറുക, ജൻപത് ടണ്ണില് അവിടെ ചെന്ന് കയറുന്നു, അവിടെ എത്തിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഗിഫ്റ്റ് കൈമാറുന്നു, കയ്യിൽ ചരടോ ഒന്നും അറിയില്ല, ഏലസോ എന്താണെന്നറിയില്ല, കെട്ടിക്കൊടുക്കുന്നു. ഇതെല്ലാം കെട്ടിക്കൊടുക്കാനുള്ള സാഹചര്യം എന്താണ്? വിശദീകരിക്കാൻ ഇതുവരെ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ തയ്യാറായിട്ടുണ്ടോ? പിന്നെ എന്ത് ന്യായീകരണം? ഞങ്ങൾക്ക് മാതൃതുല്യാണെന്ന് പറയുന്നു. അമ്മയാണെങ്കിൽ കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണ്ടേ? കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷിക്കപ്പെടണ്ടേ? തെളിയിക്കപ്പെടണ്ടേ? അത് തെളിയിക്കപ്പെടണം. അല്ലാതെ സഭയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ മാതൃതുല്യായ ഒരു സ്ത്രീയെ കുറിച്ച് മോശം പരാമർശം നടത്തിയതുകൊണ്ട് ഞാൻ ഇവനെന്ന് വിളിച്ചു എന്ന് പറയുന്നത് വെറും വൃത്തികെട്ട ഒരു രാഷ്ട്രീയമാണ്. സതീശന്റെ ഒരു രാഷ്ട്രീയം അങ്ങനെ തന്നെ നമുക്ക് അളക്കേണ്ടി വരും. വൃത്തികെട്ട രാഷ്ട്രീയമാണ്. ഇതൊക്കെ കണ്ടിട്ടല്ലേ ഇവര് പഠിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരുത്തൻ കരുണാകരന്റെ മോളുടെ പിതൃത്വം പരിശോധിക്കണമെന്ന് പറഞ്ഞത്, അല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ അങ്ങനെ ഒരു പരാമർശം വന്നതിന്റെ കാരണം എന്താ? ഇങ്ങനെയുള്ള സംസ്കാരശൂന്യരായ ഒരുപറ്റ നേതാക്കന്മാർ നയിക്കുന്നതുകൊണ്ടാ രാഹുൽ മാങ്കൂട്ടത്തിന് പരസ്യമായിട്ട് പത്മജയെ കുറിച്ച് അങ്ങനെ പറയേണ്ടി വന്നത്. പത്മജയുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന്. എന്നിട്ട് ഏറ്റവും അവസാനം പറഞ്ഞ എന്താണ്? രാഷ്ട്രീയ പിതൃത്വം അങ്ങനെ എന്തോ പറഞ്ഞു, അല്ലെ? ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ. അതുപോലെ മറ്റൊരാളുണ്ട്, K. സുധാകരൻ. രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം ഈ രാഷ്ട്രീയ മര്യാദയിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ കാണുമ്പോൾ ചിരിക്കണം, സംസാരിക്കണം, സ്വാഭാവികമായിട്ടുള്ള പ്രോസസ്സാണ്.
അവിടെ ഈ പറയുന്ന പോലെ പരസ്പരമുള്ള വൈരാഗ്യമോ രാഷ്ട്രീയത്തെ വ്യക്തി വൈരാഗ്യങ്ങളോ കാത്തു സൂക്ഷിക്കാൻ പാടില്ല. പിണറായി വിജയൻ തന്നെ പറഞ്ഞില്ലേ, ഒരിക്കലും ഫ്ലൈറ്റ് യാത്രയ്ക്കിടയിൽ കെ സുധാകരനെ കാണുന്നു, സുധാകരനെ കണ്ട് പിണറായി വിജയൻ ചിരിച്ചു കാണിക്കുന്നു, കുശലാന്വേഷണങ്ങൾ നടത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കെ സുധാകരൻ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ എന്താ, നാണമുണ്ടോ അയാൾക്ക് എന്നാണ് ചോദിക്കുന്നത്. ആർക്ക്? പിണറായി വിജയന്. എന്നെ കണ്ടപ്പോൾ ചിരിക്കാൻ വന്നിരിക്കുന്നു. ഇതാണ് കോൺഗ്രസിന്റെ ഒരു സംസ്കാരം. പിന്നെ തന്നെയല്ല, വേറെ കുറച്ചുകൂടി ഉണ്ട്. ഈ വി ഡി സതീശൻ നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പരസ്യമായ ഒരു വേദിയിൽ ഇരുന്നു കൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ UDF-ന്റെ ചെയർമാനെ വിളിച്ച വിളി നമ്മൾ കേട്ടതാണ്. അപ്പൊ അത്രോളം വരെ എത്തിയിരിക്കുന്ന ഒരു സംസ്കാരവും സ്നേഹവും ഒക്കെയാണ് ഇപ്പൊ നേതാക്കന്മാർ പരസ്പരമുള്ളത്. അപ്പൊ പിന്നെ എതിരെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനോട് ഇവർക്ക് സ്നേഹം തോന്നുന്നു? പിതൃതുല്യന അല്ലെങ്കിൽ പോലും ജ്യേഷ്ഠതുല്യനായ ഒരു വ്യക്തിയെ ഒരു മയവും ദേഹവും ഇല്ലാതെ KPCCയുടെ ആസ്ഥാനത്ത് നിന്ന് അടിച്ചിറക്കി വിട്ട ഒരാളാരാണ്? നമ്മൾ പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണമല്ലോ. അദ്ദേഹം ജ്യേഷ്ഠതുല്യനാണെന്ന് പല ആവർത്തി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി ഒടുവിൽ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കിയതാരാണ്? ഇതേ VD സതീശനാ. അപ്പൊ ഹൃദയത്തിൽ തൊട്ട് അങ്ങനെ പറയാൻ പറ്റും? ഹൃദയത്തിൽ തൊട്ട് പറയാൻ പറ്റില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രനെ അവിടെ നിന്ന് പുറത്താക്കിയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോലും പറഞ്ഞില്ല KPCC അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടത്. അവിടെയാണ് കെ സുധാകരൻ വന്നിരുന്നത്. അവിടെ തന്തയ്ക്ക് വിളിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. ആര്? മുല്ലപ്പള്ളി പക്ഷേ തന്തയ്ക്ക് വിളിച്ചത് മലയാളത്തിലായിരുന്നില്ല, ഇംഗ്ലീഷിലായിരുന്നു. വാട്ട് എ ഫാദർലെസ് ജോബ് എന്നാണ് വിളിച്ചത്. അതിന്റെ മലയാളം ഒരുമാതിരിപ്പെട്ട സാധാരണക്കാർക്ക് വരെ അറിയാം. എന്താണ് പുള്ളി ഫാദർലെസ് ജോബ് എന്ന് പറഞ്ഞതെന്നുള്ള കാര്യം പിന്നെ സാധാരണപ്പെട്ട കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം അറിയാം. കാര്യം അത് അങ്ങനെയാണ് എന്നുവരെ പറഞ്ഞിട്ട് പോയ നേതാക്കന്മാർ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇങ്ങനെ അത് ഇവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം. അതുകൊണ്ട് ഇവൻ എന്ന് വിളിച്ചെങ്കിൽ പിന്നെ VD സതീശൻ വിളിച്ചത് അത്ര വലിയ തെറ്റായിട്ട് ഞാൻ കരുതുന്നില്ല. അത്ര വലിയ തെറ്റൊന്നുമല്ല. കാരണം VD സതീശനെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ വിളിച്ച വേറൊന്നാണ്. അത് ഒരിക്കലും പിന്നെ പബ്ലിക്കായിട്ട് നമുക്കിരുന്നുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു വാക്കൊന്നുമല്ല. കാര്യം പലരും കാണുന്നതാണ്. നമ്മളെക്കാട്ടി പ്രായത്തിൽ മുതിർന്ന ആൾക്കാരും പ്രായത്തിൽ കുറഞ്ഞ ആൾക്കാരൊക്കെ ഇരുന്ന് കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ചില പ്രസക്തികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്കതൊന്നും വലിയ വിഷയമേ അല്ല. ഇത്തരം സംഭാഷണങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ള സംസാര രീതികളാണെങ്കിലും എന്തിനും പറയാണ് ഞങ്ങൾ സോണിയാഗാന്ധി ഞങ്ങൾ അമ്മയുടെ സ്ഥാനത്ത് കാണുന്നു, മാതൃതുല്യാണ് എന്ന് പറയുന്നത് ഒക്കെ നല്ല കാര്യം തന്നെ. കേരളത്തില് എന്ന് മാത്രമല്ല ഇന്ത്യയിലുള്ള ഒരുമാതിരിപ്പെട്ട കോൺഗ്രസ്സുകാർക്കെല്ലാം സോണിയാഗാന്ധി മാതൃതുല്യ തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെ ഭാര്യ, ഇവരുടെ ഏറ്റവും മുതിർന്ന നേതാവ്, ഏറ്റവും ഉയർന്ന നേതാവ്, മുതിർന്നതെന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും മുതിർന്ന നേതാക്കന്മാർക്കെല്ലാം പട്ടിയുടെ വിലയാണ് കോൺഗ്രസ് പാർട്ടിക്ക്. അപ്പൊ ഏറ്റവും ഉയർന്ന നേതാവായ രാഹുൽ ഗാന്ധിയുടെ അമ്മയും കൂടിയാണ്. അപ്പം എല്ലാ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മാതൃതുല്യ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അടൂർ പ്രകാശ് പോയത് എന്തിന്? സോണിയാഗാന്ധിയുടെ ഇത്രയധികം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അത് അടൂർ പ്രകാശിനോട് ചോദിക്കാനുള്ള കടമ UDF-ന്റെ ചെയർമാനായ VD സതീശൻ ഇല്ലേ? UDF-ന്റെ കൺവീനർ മാത്രമാണല്ലോ പിന്നെ ഈ പറയുന്ന അടൂർ പ്രകാശ്. എന്തുകൊണ്ട് ചോദിച്ചില്ല? അടൂർ പ്രകാശ് നീ എന്ത് തെറ്റാണ് ചെയ്തത്? നീ എന്തിനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു കള്ളനെയും ബെല്ലാരിയിലെ ഗോവർദ്ധനെയും പിന്നെ പങ്കജ് ഭണ്ഡാരിയൊക്കെ അടക്കമുള്ളവരെ കൂട്ടി അവിടെ പോയത്? നീ എന്ത് സമ്മാനമാണ് സോണിയാഗാന്ധിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തത്? എന്ത് ചരടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ട് കെട്ടിക്കൊടുത്തത്? ചോദിക്കാമല്ലോ. ചോദിച്ചോ ഇതുവരെ? ഇതൊക്കെ അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്നേ. അത് തന്നെയല്ലേ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തമായ ഒരു മറുപടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഇറങ്ങും വരേക്കും ഇത് പിന്നെ സോണിയാഗാന്ധി നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചാലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചാലും സോണിയാഗാന്ധി സംശയത്തിന്റെ നിലയിൽ തന്നെയാണ്. ഇതേ പറയുന്ന 80 വയസ്സുള്ള സോണിയാഗാന്ധി ഒരിക്കൽ ഇവിടെ പോയിരിക്കേണ്ടി വന്നല്ലോ. നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ട് ED-യുടെ അന്വേഷണത്തിന് പാത്രീഭവിച്ച ഒരാളാണല്ലോ സോണിയാഗാന്ധി. ഈ സോണിയാഗാന്ധി അവിടെ ഇതിന് പോയിരുന്ന സമയത്ത് ഈ കാര്യത്തെക്കുറിച്ച് BRM ഷഫീറിന്റെ വളരെ പ്രശസ്തമായ ഒരു പ്രസംഗമുണ്ട്. 80 കഴിഞ്ഞ ഒരു സ്ത്രീ അവർ ഡയാലിസിന്റെ ഗുളികകൾ കയ്യിൽ പിടിച്ചുകൊണ്ട്, അപ്പൊ ഒരു യുവതി ഇങ്ങനെ പുറത്ത് നടക്കുകയായിരുന്നു, പ്രിയങ്ക ഗാന്ധി. അമ്മയ്ക്ക് ഗുളിക കഴിക്കാൻ നേരമായി. ഭയങ്കര പിന്നെ ഈ BRM ഷഫീറിന്റെ പ്രസംഗങ്ങൾ ഭയങ്കര കേട്ടു നോക്കണം. നമ്മൾ ചിരിച്ചൊരു വഴിയാവും. കാര്യം സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പിന്നെ രാഹുൽ ഗാന്ധിയോ ഒന്നും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമൊക്കെയാണ് ഈ BRM ഷഫീർ ഇരുന്നുകൊണ്ട് വേദിയിൽ നിന്നുകൊണ്ട് പറയുന്നത്. അതൊരു വല്ലാത്ത പ്രസംഗ ശൈലിയാണ്. കെ സുധാകരന് ഒരിക്കൽ സുധാകരനെ ഇരുത്തിക്കൊണ്ട് നമ്മൾ സുധാകരൻ മറ്റവനെന്ന് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ സുധാകരനെ ഇങ്ങനെ പുകഴ്ത്തി പറയാം. സുധാകരൻ ഇങ്ങനെ ആലോചിക്കും ഇവനെ അങ്ങ് ഇറക്കി വിട്ടാലോ എന്ന്. കാരണം സുധാകരന്റെ വില പോയി. ആ രീതി പ്രസംഗിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളാണ്. അപ്പൊ അന്ന് സോണിയാഗാന്ധി ഈ പറയുന്ന നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിന് വിധേയമായിട്ടുണ്ട്. അപ്പം സോണിയാഗാന്ധി അഴിമതിക്ക് അതീതയാണെന്നോ ഇവിടുത്തെ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾക്ക് അതീതയാണോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. സോണിയാഗാന്ധിയുടെ വസതിയിൽ എങ്ങനെ അവരെത്തി? സോണിയാഗാന്ധി അല്ലെങ്കിൽ പത്രക്കുറിപ്പ് ഇറക്കണം, അല്ലെങ്കിൽ ഇതുമായിട്ട് മറുപടി പറയേണ്ടത് രാഹുൽ ഗാന്ധി പറയണം.
ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ കയറാനുള്ള യോഗ്യത എന്തായിരുന്നു, അതിൽ അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണിയുടെയും പങ്ക് എന്തൊക്കെയാണ്, ഇത് സംബന്ധിച്ച് കൃത്യമായി വ്യക്തമാക്കണമെന്നേ. അവിടുത്തെ രജിസ്റ്ററിൽ സെക്യൂരിറ്റി ഇത്രയും ടൈറ്റൻ ചെയ്ത് Z+ കാറ്റഗറി സുരക്ഷയോട് കൂടിയിരിക്കുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഒരാൾ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവിടെ രജിസ്റ്റർ വെച്ചിട്ടുണ്ടാവും. ആ രജിസ്റ്ററിൽ ആരൊക്കെ സന്ദർശനത്തിന് എപ്പോഴെത്തി, എന്നെത്തി, എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തുവിട്ടു എന്നതിന്റെ അടക്കം ലിസ്റ്റുകൾ ഉണ്ടാവും. ഇത് സോണിയാഗാന്ധിയുടെ പിന്നെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഇതെല്ലാം സ്കാൻ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ശിവൻകുട്ടിയുടെ ചോദ്യം സതീശനെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? ഒരുപക്ഷെ അങ്ങനെ കാര്യം മറുപടി പറയണ്ടല്ലോ. ഇങ്ങനെ ഒരു വാചക കസരത്തിലേക്ക് പോവുകയും ഇതങ്ങ് വിവാദമാവുകയും ചെയ്യും. നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ വിഷയം ഇതിനകത്ത് മുങ്ങിപ്പോയി. ഇപ്പൊ നമ്മൾ എന്താ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോണിയാഗാന്ധി എങ്ങനെ കുറ്റക്കാരിയായി എന്നുള്ളതല്ല മെയിൻ സ്ട്രീമിൽ ചർച്ച വരുന്നത്. ഈ പറയുന്ന ശിവൻകുട്ടിയെ സതീശൻ അസഭ്യം പറഞ്ഞു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതപ്പോ ചർച്ച വഴിതിരിഞ്ഞു പോയത് കണ്ടില്ലേ? അപ്പൊ സോണിയാഗാന്ധി അങ്ങ് ഒരു തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒന്നിൽ നിന്നും സംഭവം വഴിതിരിഞ്ഞു പോയിട്ട് ഇപ്പം VD സതീശൻ ശിവൻകുട്ടിയെ ചീത്ത പറഞ്ഞു. ചർച്ച എത്തിക്കുന്ന വഴി എന്ന് ആലോചിച്ചു. ഇങ്ങനെ ചർച്ച ഡൈവേർട്ടായി വേറൊരു തലത്തിലേക്ക് മാറി നിൽക്കാൻ ഇത് സഹായിക്കും. ഇതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം. ഇവരെ പല വിഷയങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഈ യഥാർത്ഥ വിഷയത്തിനെ അവിടെ നിർത്തിക്കൊണ്ട് മറ്റൊരു വിഷയമായിരിക്കും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ പരിശോധിച്ച സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ കാര്യക്ഷമമായി ചർച്ച ചെയ്യേണ്ട ഒരു സമയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതനിരപേക്ഷത അത് ഇതെന്ന് പറയുന്നത് ഇവിടെ വേറൊരു വിഷയം ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കോർ. അപ്പൊ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും, അതായത് സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന കേസിൽ കോൺഗ്രസ്സുകാരിലെ ആന്റോ ആന്റണിയും അടൂർ പ്രകാശും അടക്കമുള്ള നേതാക്കൾ ഇതിനകത്തേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ പെട്ടെന്നാണ് ഇവിടെ ഒരു മതവുമായി ബന്ധപ്പെട്ട വിഷയം കത്തിപ്പടർന്നു വരുന്നത്. അത് സമസ്തയുടെ വേദിയിൽ നിന്ന് മുഖ്യമന്ത്രി സ്വാഭാവികമായി പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ ഒരു വേദിയിൽ മുഖ്യമന്ത്രി സംസാരിക്കേണ്ട അതേ പാകതയോട് കൂടി തന്നെ അവിടെ സംസാരിക്കുന്നു കാന്തപുരത്തിന്റെ മുന്നിൽ നിന്ന്. അപ്പൊ അവിടെ നിന്ന് സംസാരിച്ചു കഴിയുമ്പോൾ അവിടെ ഒരിക്കലും പ്രൊവോക്ക് ചെയ്തില്ല മുഖ്യമന്ത്രി ആരെയും. ഒരു മതസംഘടനയും മുഖ്യമന്ത്രി പ്രൊവോക്ക് ചെയ്യുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഉണ്ടാകുന്ന ഒരു ഭൂരിപക്ഷ വർഗീയതയെ നമ്മൾ ന്യൂനപക്ഷീയ വർഗീയത കൊണ്ട് എതിർക്കാൻ ശ്രമിക്കരുത്, അത് തെറ്റാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അവിടെ വന്നിരുന്നുകൊണ്ട് പ്രസംഗിച്ച എങ്ങനെയാണ്? VD സതീശൻ കയറിയിട്ട് അതിനെ മൊത്തത്തിൽ ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ മുഖ്യമന്ത്രി മതത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ മതനിരപേക്ഷത ഇല്ലാത്തവരാണ് LDF-കാർ, അവർ ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നു എന്ന് പറയുന്ന ഒരു ഫ്രെയിമിലേക്ക് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ കൊണ്ട് ഇൻസർട്ട് ചെയ്യുക ചെയ്തത്. ഇതാണ് ശരിക്കും VD സതീശൻ ചെയ്തത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു കോറിൽ നിന്ന് ചർച്ച എവിടേക്ക് പോയി നമ്മൾ ആലോചിച്ച് നോക്കും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ രംഗത്തേക്ക് വരുന്നു, പിണറായിക്കെതിരായ പ്രശ്നങ്ങൾ വരുന്നു, ഇതിലേക്ക് അങ്ങ് പോകുന്നു. അപ്പോൾ സ്വർണ്ണക്കൊള്ള നമ്മൾ പിന്നെ ചർച്ച ചെയ്യാതെയായി. അപ്പോൾ ഒരു പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയത്തെ അതിൽ തൊടാതെ മറ്റൊന്നിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ് ശരിക്കും VD സതീശൻ നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയേണ്ടി വരും. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. അത് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. എന്താണ്? സോണിയാഗാന്ധി, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി എങ്ങനെ അവിടെ എത്തി, ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അവിടെ എത്തി? മറുപടി പറയണമെന്നേ, കോൺഗ്രസ്സുകാർ മറുപടി പറയണം. ആ മറുപടി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഡീവിയേറ്റ് ചെയ്ത് ഏറ്റവും അവസാനം കൊണ്ടുവന്നെത്തി ചെയ്യുന്ന സോണിയാഗാന്ധിയെ കുറ്റം പറഞ്ഞു. ഞങ്ങൾക്ക് മാതൃതുല്യമാണ്, ഒരു സെന്റിമെന്റൽ അപ്രോച്ച്, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ നമ്മൾ പറയും. പറയുന്നുണ്ടല്ലോ, അതായത് ഒരുപാട് വേദനകൾ അനുഭവിച്ച ഒരു സ്ത്രീയെ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു, എന്തിനിങ്ങനെ പറയാൻ തോന്നുന്നു എന്നൊക്കെ ചോദിച്ചില്ലേ? ഒരുപാട് വേദന അനുഭവിച്ച് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണ്, 94 മറ്റേ ആയിരിക്കണം. ഒരുപാട് വേദനകൾ സഹിച്ചിട്ട് അവരിവിടെ വരെ എത്തി എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് അവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ തന്നെ അല്ലെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ തന്നെ തലപ്പത്തേക്ക് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. എവിടെയാണ് ത്യാഗം നിറഞ്ഞ ജീവിതം? ത്യാഗപൂർണമായ ത്യാഗോജ്വലമായ ജീവിതം എവിടെയാണ്? എനിക്ക് തോന്നിയിട്ടില്ല ത്യാഗോജ്വലമായ ജീവിതമാണെന്ന്. ഇന്ദിരാഗാന്ധി ഒരു പക്ഷേ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ ഉടമയായിരുന്നിരിക്കും. പക്ഷെ എനിക്ക് സോണിയാഗാന്ധി ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ ഒന്നും ഉടമയായിരുന്നില്ല. അവർക്ക് അതിനുശേഷം അവർ മറ്റൊരു തലത്തിലേക്ക് അവരുടെ ലൈഫ് മാറുകയും, അന്ന് എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയൊക്കെ കുട്ടികളാണ്, വളരെ ചെറുപ്പത്തിലാണ്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വരികയും ചെയ്തു. UP-യുടെ അധ്യക്ഷൻ എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തി. ഇന്ത്യ മഹാരാജ്യത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് വളർന്നു വന്ന ഒരു നേതാവ് തന്നെയാണ് സോണിയാഗാന്ധി. ഇന്ത്യ വംശജയല്ലായിരുന്നിട്ട് പോലും ഈ ഗാന്ധി എന്ന് പറയുന്ന അവര് ഇന്ദിരാഗാന്ധി മുതൽ പേരിനൊപ്പം ചേർത്ത് പോന്നിരുന്ന ആ ജാതി പേരെടുത്ത് കയറ്റി വെച്ച് കൊണ്ടു നടക്കുന്നു, അല്ലെങ്കിൽ ആ കുടുംബ പേരെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായി മാറി. അല്ല പിന്നെ ഇതിൽ നിന്ന് എങ്ങനെയാണ് മാതൃതുല്യാണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ മറുപടി പറയാൻ കോൺഗ്രസ് തയ്യാറാവണം. അടൂർ പ്രകാശ് എന്തിനവിടെ പോയി? ആന്റോ ആന്റണി, അടൂർ പ്രകാശ് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അവിടെ ചെന്നു?
ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ആന്റോ ആന്റണിയും അടൂർ പ്രകാശിനും എങ്ങനെ വന്നു? ഇതിനെക്കുറിച്ചൊക്കെ മതിയായ രേഖകളില്ല. അടൂർ പ്രകാശ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൈപ്പറ്റിയ സമ്മാനപ്പൊതികൾ എന്തൊക്കെയായിരുന്നു പറയണം. സോണിയാഗാന്ധി വാങ്ങിയ സമ്മാനപ്പൊതി എന്തായിരുന്നു? കാര്യം അവർ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നവരാണ്. സോണിയാഗാന്ധി ആണെങ്കിലും അടൂർ പ്രകാശ് ആണെങ്കിലും ആന്റോ ആന്റണി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ. അപ്പൊ അത് സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു രൂപരേഖ ജനങ്ങളുടെ മുന്നിൽ അവർ കൊടുക്കണം. എന്താണ് അടൂർ പ്രകാശ് എന്തൊക്കെ സമ്മാനങ്ങളാണ് കൈപ്പറ്റിയത്? പേപ്പറിനകത്ത് വാങ്ങിയത് എന്താണ്? വെറും ഈന്തപ്പഴമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. വ്യക്തമായ അതിന് രേഖകൾ പറയണം. അവിടെ ആരുടെ കയ്യിൽ നിന്നാണ്? അപ്പൊ നിലവിൽ അദ്ദേഹം കുഴപ്പക്കാരനല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരെ കാണുന്ന സമയത്ത് സ്വർണ്ണക്കൊള്ള നടത്തിയില്ലെങ്കിൽ പോലും പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിയിലായത് അയാൾ എവിടെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, അവിടുത്തെ സമ്പത്ത് അടിച്ചു മാറ്റി മറ്റൊരാൾക്ക് വിറ്റേന്റെ പേരിൽ അയാൾ പിടിയിലായത്. അപ്പൊ അവിടെ ഏത് കാലത്താണ് ഈ മോഷണം നടന്നതെന്ന് കൃത്യമായിട്ട് ഇനി അറിയേണ്ടിയിരിക്കുന്നു. ആ സമയത്താണ് കണ്ടതെങ്കിൽ ആ കുറ്റം ചെയ്ത സമയത്തല്ലേ സോണിയാഗാന്ധിയെ കാണുന്നത്. അപ്പൊ സോണിയാഗാന്ധിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്താണ്? ഇതൊക്കെ പൊതുജനം അറിയേണ്ട കാര്യമല്ലേ? അല്ലാതെ മറച്ചു പിടിക്കേണ്ടത് ഞങ്ങളുടെ മാതൃതുല്യാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിന് വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവാണ്. ഒരു സ്ത്രീ വിരുദ്ധത അതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ട് ചാടിച്ചുകൊണ്ട് ശിവൻകുട്ടി എന്തോ സ്ത്രീ വിരുദ്ധനാണ് എന്നൊരു പരാമർശത്തിലേക്ക് കൊണ്ട് എത്തിക്കാനുള്ള ശ്രമമൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണിപ്പം കോൺഗ്രസ്സുകാർ മൊത്തത്തിൽ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നയപരിപാടി. അതാണെന്ന് എനിക്ക് പറയേണ്ടി വരും.